ഏ ഫോട്ടോയാ? ഫോട്ടോ എടുക്കാൻ എല്ലാരും പറയാ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കണമെന്ന് പറയുന്നത്. അമ്മേ അയ്യോ എനിക്ക് ഞാൻ ഫോട്ടോ എടുക്കൂല. ഇന്ന് ഞാൻ ഫോട്ടോ എടുക്കണില്ല. ഇന്ന് എടുക്കൂല. ഇന്ന് ഫോട്ടോ എടുക്കണ്ട. എല്ലാരും പറയണ ഞാൻ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കണം. ആരൊക്കെ പറയണം. ഇനിയിപ്പൊ എന്തായാലും ഞാൻ ഫോട്ടോ എടുക്കണില്ല. ഇങ്ങനെ ഫോട്ടോ എടുക്കണോ? ഏത് അത് കളിക്കണതമ്മ, ബഹളം വെക്കണല്ല അവൻ കളിക്കണത്. ആ വന്നല്ലോ വന്നല്ലോ നമ്മുടെ മേശിരി കൊത്തം മേശിരി വന്നല്ലോ വെള്ള വസ്ത്രത്തിലും. ഞാൻ ഇങ്ങനല്ല പോയത്, തിരിച്ചിങ്ങനല്ല വന്നത്. മിണ്ടൂല. എല്ലാം പോയി, എല്ലാം വെളിയിൽ പോയി. ഓ ചോറും കറിയൊന്നും വേണ്ടേ? ചോറൊന്നും തിന്നണില്ലേ? പോയാ ഫോട്ടോ എടുക്കാം. നാളെ എടുക്കാം. നാളെ എടുക്കാം. ഇന്ന് ഞാൻ എടുക്കണില്ല. ഞാൻ എന്തിനു ഫോട്ടോ ഒക്കെ എടുക്കണം? ഞാൻ എടുക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറയണ? നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നാണ് എല്ലാരും പറയണത്. അത് പിന്നെ ഇപ്പൊ എല്ലാരും കാണുമ്പോ കാണൂരൊക്കെ പറയണ കേക്കണ്ടേ? അവര് പറഞ്ഞുതരും. അപ്പോ ഓയ്യോ ഭയങ്കര സംഭവം തന്നെ. ചെറുക്കാൻ ഞാൻ അവിടുന്ന് ദേഹവളവാലും എടാ ദേഹളവിയ ചെവി വേദന വരുമെന്നാണ് പറയണ. അത് രാവിലെ വിറവിറക്കിയപ്പോ ആര് ഏറിക്കൊണ്ട് ഭയങ്കര വേദന. ആലിരിക്കണം എന്നാണ് തോന്നണ. ആലിരുന്നാലും കുറച്ചു ദിവസം കഴിയുമ്പോ അത് ചത വരുമ്പോ അത് മുകളിലോട്ടായി വരും. അത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ എന്റെ കയ്യിൽ നിനക്ക് ഓർമ്മയില്ലേ? അന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കീറി എടുക്കേണ്ടി വന്നില്ലേ? കുഞ്ഞുഞ്ഞെ എന്ത് ചെയ്യണ? അപ്പൊ പറ ഹലോ ഗൈസ്, ഇന്ന് വിറവിറക്കിയപ്പോ ഇവിടെ മുഴുവൻ ചവറായി, ഞാൻ തൂക്കുന്നു എന്ന് പറ. നിന്നാണ്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞോട് പറഞ്ഞോട്. അപ്പൊ ഞാൻ പോവാണ്. അപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ട് അമ്പലത്തിൽ പോണത്. കാറ്റീരാവാൻ തുടങ്ങിയാണ്. നമ്മൾ ഏസി തള തുടങ്ങാണ്. അമ്മനെ കാറ്റീരോട് അവളാണ് ഇങ്ങനെ തുടിച്ചു വെച്ചിരിക്കണം. അപ്പൊ നമ്മള് മറ്റേത് തവടായി പോയി. നമ്മളിന് തൂക്കം പോണേനെ. അപ്പൊ അമ്മ ഇവിടെ വെളി നിൽക്കണം. അതിനകത്ത് കൈ വച്ചിട്ടാണ് ഓർമ്മ. രണ്ട് കൊടുത്ത് നാളത്തെ ATM മെഷീൻ ഭഗവാനെ വരുമെന്തോ, ലോകം മുഴുവൻ പ്രചരിക്കുമെന്തോ. ഞാൻ 2 എണ്ണത്തിന് ATM മെഷീനകത്ത് വെച്ച് കൊടുത്ത്. ATM ക്യാഷ് എടുക്കാൻ പോയേട്ടാ. ജോലിക്കാർ നിൽക്കുന്നുണ്ട്, അവർക്ക് ക്യാഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അയ്യോ ഞാന് ക്യാഷ് എടുക്കാൻ വേണ്ടി പോയപ്പോ 2 എണ്ണവും കൂടെ സ്കൂൾ വിട്ടണക്ക് എന്റെ കൂടെ വന്നു. ഞാൻ ചോദിച്ചു പാവൂല്ലേ പോട്ട് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയപ്പോണ്ട് ATM മെഷീന് പൈസ വരാൻ പോയതും ഈ കുഞ്ഞമ്മ വിരലെടുത്ത് അങ്ങോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു. അങ്ങനെ മെഷീൻ കുരുങ്ങിയിട്ട് പൈസ വെളിയിലും വന്നില്ല. എനിക്ക് ക്യാഷ് പോയി എന്ന് പറഞ്ഞ മെസ്സേജും വന്നു. കൂടുതനകത്തിട്ട് 2നും കൊടുത്ത്. എവനാണ് ആദ്യം ഇങ്ങനെ പൈസ എത്തിപ്പിടിക്കാൻ പോയതാണ് 2ഉം കൂടെ. ഓ ഇനി എന്നാ കൊള്ളാം. കുഞ്ഞ പറ ഹലോ ഗൈസ്, ATM മെഷീനിൽ പോയി. പറയൂ പോയി. അപ്പോഴാണ് അടിച്ചു പൊളിച്ചു. തിരിച്ചു വന്നു. നമ്മളിങ്ങനെ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞച്ചേന മാട് തിരിച്ചു വലിച്ച് ഞങ്ങള് കുഞ്ഞച്ചേന ആരെ ചെരുപ്പ് പറയുമ്പോ ഇട്ടിരിക്കണത്? അത് ശരിയാണല്ലോ. ഇത് ആരെ ചെരുപ്പ്? നിന്റെ ചെരുപ്പ് അല്ലല്ല ഇത്. അല്ലല്ല. അപ്പൊ ഇതാണ് ഇതാണ് കല്ലാണ് ഇതാര് കദമ്പയൊക്കെ രാവിലെ ഉണക്കാൻ വെച്ചത്? ഞാൻ പറഞ്ഞു എപ്പോഴും
ഓ അതെ അപ്പൊ ഉണങ്ങോല് പച്ചയൊന്നും ഉണങ്ങിയില്ല. പച്ചയാണെങ്കിലേ പച്ചണങ്ങാൻ സമയം എടുക്കും. ഉണക്കൊക്കെ പറക്കിയിട്ട് അവിടെ കിടന്നു. ഇനി കുറച്ചേ ഉള്ളു. അത് പറക്കിയപ്പോ പിന്നെ പാട്ട് എടുക്കാത്തത്. ഞാൻ എടുക്കണില്ല ഫോട്ടോയൊന്നും. നീ എന്താ എടുക്കണ? ഞാൻ എടുക്കണില്ല. എന്തിനു ഫോട്ടോ എടുക്കണ? ഫോട്ടോ എടുക്കാന്ന് ഞാൻ ഫോട്ടോയൊന്നും എടുക്കണില്ല. എല്ലാരും ഫോട്ടോ എടുക്കുമ്പോ എന്നെ കുറ്റം പറയണം. അപ്പൊ പിന്നെ ഞാൻ ഫോട്ടോയൊന്നും ഇടണില്ല. എല്ലാരും കുറ്റം പറയാന് നന്ദിയാകണേ. പിന്നെ ഞാൻ എന്നല്ലേ പറയണ, നിങ്ങളല്ലല്ലോ പറയണ. അവ എടുക്കൂലെന്ന്, ഇനി അവ എടുക്കൂലെന്ന് പറഞ്ഞു ഫോട്ടോ. ആൾക്കാർക്ക് വഴക്ക് പറയണം. എന്നെ വഴക്ക് പറയണം. ഞാൻ നിങ്ങൾക്ക് ചോറ് തരണില്ല, നിങ്ങൾക്ക് ആഹാരം തരണില്ല, പിന്നെ നിങ്ങൾ ഉടുപ്പ് കണ്ട കീറി ഉടുപ്പിട്ടിരിക്കുന്ന, ഞാൻ ഉടുപ്പ് തരണില്ല എന്നൊക്കെയാണ് പറയണം. ഓ നമുക്ക് പറയുമ്പോ വിഷമം വരൂലേ? ആളുകൾ പറയുമ്പോ നമുക്ക് പലതും പറയും. അല്ലെ നാളെ പറയും വരനെ പിടിച്ചു അപ്പൊ നീ കേക്കോ? നമുക്ക് വിഷമം വരും. പലതും പറയും. അതൊന്നും കേൾക്കില്ല. നമുക്ക് സങ്കടം വരും. നമ്മള് എന്റെ കണ്ണീരാന്ന് കണ്ണിലി അലിയാള് പറയണ നീ ആക്കണേ. നീ അലിയാളെ ചെലവ് മര്യാദ. ഞാനേ അമ്മ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പോർഷൻ ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. എഡിറ്റ് ചെയ്യാതെ ഇടുന്നതിൽ എല്ലാരും എന്നോട് ക്ഷമിക്കണം. ബിക്കോസ് എല്ലാവരും കുറെ ആൾക്കാരുടെ നല്ല നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ കുറച്ച് ഇപ്പൊ നമ്മൾ എന്തെടുത്താലും അതിൽ കുറെ അഴുകിയത് കാണും എന്ന് പറയുന്ന പോലെ കുറച്ച് പേഴ്സൺസ് വന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത വീഡിയോ ഇടുന്നു, കട്ട് ചെയ്ത വീഡിയോ ഇടുന്നു, ആ അമ്മയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് പറഞ്ഞ് കുറെ കമന്റ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എല്ലാവരും കാണുന്നവരാണ്. പക്ഷേ മണ്ണിക്കാരന് കുഴപ്പമില്ല, കൊച്ചല്ലേ അമ്മ. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ കാണണം കുറച്ച് പോർഷൻസ്. അതായത് എന്തുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നതിന്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ വീഡിയോസ് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ കാണുന്നതാണ്. എനിക്ക് കുറെ കുഞ്ഞു മക്കൾ ഹായ് ആന്റി, ചേട്ടൻ എന്ത് ചെയ്യുന്നു, കുഞ്ഞാവ എന്തെന്നൊക്കെ ചോദിന് മെസ്സേജ് അയക്കും. പല അമ്മമാരും പറയുന്നുണ്ട് രാത്രി, അത് ഈ കാണുന്ന അമ്മമാർക്കറിയാം എന്റെ മക്കള് നിങ്ങളുടെ വീഡിയോ കണ്ടാണ് ഉറങ്ങുന്നതെന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ചില വാക്കുകൾ എനിക്ക് എഡിറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കളയുന്നത്. ഇപ്പൊ എല്ലാം എനിക്ക് എന്റെ ചാനലിൽ ഇടാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു പോർഷൻ ഞാൻ ഇടും. കാരണം ഞാൻ പറയണമല്ലോ എന്തുകൊണ്ടാണ് എഡിറ്റ് വരുന്നതെന്ന്. അമ്മ പറയുന്ന എല്ലാം എന്റെ ചാനലിൽ ഇടാൻ പറ്റില്ല. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അമ്മയും ഞാനും കൂടെ ആയിട്ടുള്ള വീഡിയോയില് എവിടെ പോണത് എന്തോ രഹസ്യമുണ്ട് കേട്ടോ. ആരും അറിയാതിരിക്കാനായിട്ട് എന്തോ രഹസ്യമുണ്ട്. അതാണ് വണ്ടി അടുക്കളക്കകത്ത കൊണ്ട് കയറ്റി. അമ്മയും ഞാനും കൂടെ ഇങ്ങനെ സുനിച്ചേട്ടാ അവിടെ മേളിൽ കാണും. അമ്മയും ഞാനും കൂടെ ഉള്ള വീഡിയോസില് എഡിറ്റ് ചെയ്യാതെ പറ്റില്ല. എഡിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. കാരണം പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇനി എഡിറ്ററിന്റെ പുറകെ പോകുന്നവര് ഇനിയിപ്പൊ ഇത് കൊണ്ട് കുറേ പേര് തന്നെ ചീത്ത പറയാൻ വരും കേട്ടാ. അവർക്ക് നിനക്ക് അതെടുത്ത് മാറ്റിക്കൂടായിരുന്നോ, അത് അമ്മ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്ത് ചെയ്താലും മോശം പറയാൻ ഒരുപാട് പേരുണ്ട്. ഇനിയിപ്പൊ ഇതിന് പറയുന്ന നെഗറ്റീവ് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. ഞാൻ ലാസ്റ്റ് മിനിഞ്ഞാന്ന് ഞാൻ വിചാരിച്ചു ഇനി എല്ലാം പൂട്ടിക്കിട്ടിയാലോ, വീഡിയോ ഒക്കെ നിർത്തിയാലോ എന്ന് ഞാനും ചേട്ടനും കൂടി സംസാരിച്ചു. നമ്മള് ഇടണില്ല. കാരണം ക്യാഷ് ഉണ്ടാക്കാൻ, കണ്ടന്റ് ഉണ്ടാക്കാൻ, പിന്നെ ആ അമ്മയെ വെച്ച് ജീവിക്കുന്നു തുടങ്ങി കുറെ വാക്കുകൾ കേട്ട് മടുത്ത് കേട്ടാ. നമുക്ക് പറ്റണില്ല. ഇതിപ്പോ എന്താണെന്നറിയോ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർ, എനിക്ക് തോന്നുന്നു എന്നോടൊരു ചേച്ചി പറഞ്ഞതാണേ, നിങ്ങളെ പേരും പറഞ്ഞിട്ട് ഓരോ കുടുംബങ്ങളിൽ വഴക്കൊക്കെ നടക്കുന്നെന്നാണ് തോന്നുന്നത്. കാരണം ബോധമുള്ള അമ്മാവിയെ പോലും ആരും നോക്കാത്ത കാലത്ത് ഇങ്ങനെ ഒരു അമ്മയെ നോക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ദേഷ്യമാണ് നിങ്ങളിൽ തീർക്കുന്നതെന്നാണ് എന്റെ വീഡിയോ കാണുന്ന ഒരാളെ തന്നെ പറഞ്ഞത്. ഇവരെന്തിനു മേളിൽ പോയി, അവരവിടെ എന്തോ ചെയ്യല്ലേ. അതുകൊണ്ട് തന്നെ മിക്കവാറും അതിന്റെ ദേഷ്യമായിരിക്കും വന്ന് തീർക്കുന്നത്. കാര്യം സ്വാഭാവികമല്ല.
സാധാരണഗതിയില് അമ്മയും മക്കളും കൂടെയൊക്കെ ഉള്ള വീഡിയോകളെ കാണാറുള്ളൂ. അമ്മാവിയമ്മയും മരുമോളും വളരെ റെയറാണ്. ഇല്ലാന്നല്ല, ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കോംബോ റെയറാണ്, വലുതായിട്ട് അങ്ങനെ വരാറില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് വീഡിയോ എടുക്കാൻ എന്റെ അമ്മ എന്റെ അമ്മ എന്ന് വെച്ചാൽ ഈ അമ്മ, എന്റെ അമ്മ, 2 പിള്ളേര്, കുറച്ച് പട്ടികള്, കുട്ടികൾ, ഇതൊക്കെ ഉള്ളൂ. എനിക്ക് നയൻതാരയോ പൃഥ്വിരാജിനെയോ പോയി വിളിച്ചിട്ട് നിങ്ങൾ വന്നൊന്ന് വീഡിയോ എടുക്കാൻ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പറയാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും എനിക്കില്ല. അഭിനയിക്കാനായിട്ട് പുറത്തുനിന്ന് ആരെയും കൊണ്ടുവന്ന് എന്തായാലും ചെയ്യാനുള്ള അവസ്ഥയൊന്നും എനിക്കില്ല. എനിക്കിപ്പോ എന്തെങ്കിലും ഒന്ന് അഭിനയിക്കാനോ റീൽ കാണാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള മെമ്പേഴ്സിനെ മാത്രമേ എനിക്ക് വീഡിയോ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ പിന്നെ എന്റെ അമ്മ അല്ലാതെ വെളിയിൽ നിന്ന് ഒരു അമ്മ എനിക്ക് എടുക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു റിയൽ ആണ്. നമ്മളിൽ ഒന്നും എഡിറ്റ് ഇല്ല. എഡിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ചില മോശം വാക്കുകൾ മാത്രം ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റുന്നു. അത് എനിക്ക് അമ്മയെ തിരുത്താൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് അമ്മയെ വീഡിയോ കാണിക്കുന്നു, കുഞ്ഞുങ്ങളെ വീഡിയോ കാണിക്കുന്നു. പിന്നെ വേറെ ആരോ പറഞ്ഞു കുറച്ചു ദിവസം അമ്മയാ കാണിക്കാതെ നിങ്ങൾക്ക് വീഡിയോ കൊണ്ടുപോകാനുള്ള ഗട്സ് ഉണ്ടോ എന്നുള്ളത്. എനിക്കിപ്പോ എന്താ നിർബന്ധം? അമ്മയെ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളാണ്, ഞാനല്ല അമ്മയെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയെ കാണിക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് എന്നോട് ആവശ്യപ്പെടണേ. ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് അപ്പൊ എന്റെ ഫോണിൽ മെസ്സേജ് വരും, ചേച്ചി ലോങ് വീഡിയോ ഇടാത്തന്റെ, മോളെ ഇന്ന് എന്താ ലോങ് വീഡിയോ ഇടാത്തന്റെ, ഈ 10-20 മിനിറ്റ് വീഡിയോ ഇടുമ്പോ വീഡിയോ കുറഞ്ഞു പോയി എന്നാ പറയണേ. ഈ 20 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ കിടന്ന് പെടുന്ന പാട് എനിക്കറിയാം. അപ്പൊ പറയും, കാണുന്നവര് പറയും വീഡിയോ കുറഞ്ഞു പോയി. ഇത്രയും ആരാധകരാണ് അമ്മയ്ക്കും, അതിലൊരു പങ്ക് എനിക്കും, പിന്നെ എന്റെ കുഞ്ഞിക്കും, നന്ദപ്പനും, ചേട്ടനും, നമ്മളെ വീട്ടിലെ പട്ടികൾക്ക് പോലും ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഞാൻ പിന്നെ വീഡിയോ ഇടണ്ടേ? എനിക്ക് മനസ്സിലാവണില്ല. ഇനി ഇത് ഞാൻ ആരുടെയും നെഗറ്റീവിന് റിപ്ലൈ വരുന്നതല്ല കേട്ടോ. ഇനി അത് അടുത്ത് പറയും കണ്ടന്റ് ഉണ്ടാക്കാനാണെന്നും പറയരുത്. കണ്ടന്റ് ഞാൻ വീണ്ടും പറഞ്ഞതാ നിർത്തുന്നു. ഒരു ദിവസം ഒരു 10-20 കണ്ടന്റ് ഉണ്ടാക്കാനുള്ള കോൺസെപ്റ്റ് ഈ വീടിനകത്തുണ്ട്. ഞാൻ ഒരു ക്യാമറ ആയിട്ട് നടന്നാൽ മാത്രം മതി. പക്ഷേ കണ്ടന്റിനല്ല, കുറച്ച് മാത്രമേ എന്റെ വീട്ടിൽ നടക്കുന്നവർ കുറച്ച് മാത്രമേ ക്യാമറ കണ്ണിൽ പതിയുന്നുള്ളൂ. അപ്പൊ കണ്ടന്റ് എനിക്ക് ഒരു ക്ഷാമവും ഇല്ല. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഫോട്ടോ എടുക്കാം. അമ്മ ഈ ഫോട്ടോ എടുക്കാത്തതെന്ന് ചോദിക്കുന്നത് സംഭവം ഈ ഇതിനെയാണ്, വീഡിയോ. നമ്മൾ വിചാരിക്കുന്ന ഫോട്ടോ എടുക്കണം, അമ്മയ്ക്ക് അറിഞ്ഞൂടാ ഫോട്ടോ എന്ത് വീഡിയോ എന്തെന്നുള്ളത്. ഇതിപ്പോ മറ്റുള്ളവർ കാണുന്നെന്ന് അറിഞ്ഞൂടാ, അതൊന്നും അറിഞ്ഞൂടാ. അമ്മ ഇപ്പം സമ്മാനങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നത് ഞാൻ പറയുന്നത് ഫോട്ടോ എടുക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ചേച്ചി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ അമ്മ നോക്കിയപ്പോ വരും, ചിലപ്പോ വരും. നിങ്ങളെ മോൻ ഇനി ആരെങ്കിലും വരണ്ടാന്ന് പറഞ്ഞു. നിങ്ങളെ മോൻ പറഞ്ഞ് ഇനി ആര് വരണം പറഞ്ഞാലും വരണ്ടാന്ന് പറയാൻ പറഞ്ഞു. ആരെയൊന്നും ഒന്നും വാങ്ങിച്ചു കൊടുക്കുകയും വേണ്ടാന്ന് പറഞ്ഞു. കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ വേറെ ആൾക്കാർ പറയും അമ്മ ഞാൻ നിങ്ങളെ കാണിച്ച് സമ്മാനങ്ങൾ വാങ്ങണം എന്നൊക്കെ പറയണമ്മ. പിന്നെ ആളുകൾ പറയുമ്പോ നമുക്ക് സങ്കടം വരൂലേ അമ്മ? അപ്പൊ എനിക്കത് കേൾക്കുമ്പോ സങ്കടം വരൂലേ? അത് കേക്കണേ. ഞാൻ നിങ്ങൾക്ക് ആഹാരം തരണുണ്ടോ? എനിക്ക് ആഹാരം അമ്മ ഞാൻ തരുന്നുണ്ടോ? നിങ്ങൾക്ക് തിന്നാൻ തരുന്നുണ്ടോ? കൃത്യമായിട്ട് തരുന്നുണ്ടോ? മുടങ്ങാതെ തരുന്നുണ്ടോ? അതൊന്നും നിങ്ങൾ കേക്കണ്ട. ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ടോ? ഇവിടെ പാടാ, ഇവിടെ പാടാ, എടാ ഇവിടെ പാടാ, എടാ ഇവിടെ ചോറൊന്ന് ഇവിടെ പാടാ, ഇങ്ങോട്ട് പാടാ തീർക്ക. ഇവിടെ ഈ അമ്മ യവനാണ് എല്ലാ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണവൻ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെളിയിൽ പോയി പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കണത് യവനാണ്. അതെ, യവനാണ് ഈ പ്രശ്നം അത്ര ഉണ്ടാക്കണവനാണ്. പറഞ്ഞു കൊടുക്കും, എല്ലാം പറഞ്ഞു കൊടുക്കും. ഓടി അമ്മ ചുമ്മാ, അവനൊന്നും പറയില്ല കേട്ടോ. അവൻ ഞാൻ വെറുതെ പറഞ്ഞു. അവൻ പാവമാണ്. അവൻ ആരാണ്? പറഞ്ഞേട്ടാ. അയ്യോ അമ്മ ആക്കിയതല്ല. ഇതാരെ കറി? അവരുടെ കറിയെന്നടാ താഴെ വീണോ ഇത്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അമ്മ അപ്പൊ സംശയങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞുകൂട്. നിങ്ങൾ ഫോട്ടോ എടുക്കാനാ പറയാം, ഫോട്ടോ എടുക്കാൻ പറയാം. ഞാനും കൂടെ നിക്കണ ഫോട്ടോ ഇട്. ക്ലോസപ്പിൽ ഒരു ഫോട്ടോ ഇട്.
മരുവാള് എതിരെന്ന് എന്തിനു പറഞ്ഞു? മരുവാള് ഫോട്ടോട് പെണ്ണെന്ന് വിളി. പെണ്ണ് ഈ പെണ്ണിനെ വെച്ച് നല്ലൊരു ഫോട്ടോ രണ്ടുപേരെ നിർത്തിക്കൊണ്ട് ഒരു പടം എടുക്കണം, ഫോട്ടോ എടുക്കാം. ഇനിയിപ്പോ എടുക്കാം. ഇനി എടുക്കാം. ഫോട്ടോ എടുക്കല്ല, ഫോട്ടോ അറിഞ്ഞില്ല. മരുവോളും അമ്മായി അമ്മാവി അമ്മ ഇത്രയും നേരം എടുത്തത് അറിഞ്ഞില്ല. ആളുകളെ ഒന്ന് എന്നെ നോക്കണ എനിക്കറിയാം എന്റെ എന്തരമ്മ പറയണത്? അറിയോ അറിയുന്നു എന്നെ നോക്കണം മോനെ മരുവോളും കൂടെ നോക്കണ എനിക്കറിയാം. അറിയാമോ? നന്നായിട്ട് നോക്കോ? നന്നായിട്ട് എന്നെ നോക്കണ, നന്നായിട്ട് അന്വേഷിക്കന്നെ തന്നെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ആഹാരമൊക്കെ തരണില്ല എന്ന് പറയണോ? ആളുകൾ ഇപ്പൊ പലതും പറയോ? ഞാനെല്ലാം പറയണം. ശരി, അപ്പൊ ഞാൻ പറയാം. അപ്പൊ നമുക്ക് ക്യാമറ കണ്ണുകൾ പുറകിലോട്ട് ചലിപ്പിക്കാം. നീ ഒരു ഉപ്പി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഓ, വാങ്ങിച്ചത്. കല്യാണത്തിന് വിളിക്കണം, ഞങ്ങള് കുടുംബസമേതം വരുന്നതായിരിക്കും. ഓ, മേളില് ഇവരുന്നൊക്കെ മാറി വേറെ എവിടെയെങ്കിലും പോണം. നാട് വിടാൻ പോണ. എനിക്ക് എവിടെയെങ്കിലും പെണ്ണ് കേട്ടോ. എടാ, പെണ്ണും 2 കുട്ടികളുള്ളവനല്ലേടാ നീ. ഇതവിടെ കാണുമ്പോ പിന്നെ എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. രാത്രി മതിയാ? രാത്രി ഒരു നേരം കുറച്ച് ഒരു പാത്രം ചോറ്. എന്തിന്? ഒരു പാത്രം ചോറ്. അതെന്ത് കുറച്ചിട്ടാ മതിയാ? അതിപ്പോ എന്നോട്ട് അങ്ങനെ തന്നെ? ഓ, ഓ, ചോറ് വരട്ടാ? ശരി, വാരിത്തരാം. ശരി.